വനിതാ നീര സമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും ഒരു സാമൂഹിക വികസന പദ്ധതി നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല് വനിതാ നീര സമൃദ്ധിയിൽ അക്വ pH ബൂസ്റ്റർ എന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റ് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും അക്വ pH ബൂസ്റ്റർ. അപ്പൊ നമുക്കറിയാം പ്രളയത്തിനൊക്കെ ശേഷം നമ്മുടെ ഒക്കെ വീടുകളിലെ വെള്ളം അല്ലെങ്കിൽ നമുക്കൊന്നും നല്ല വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനില്ല. എല്ലാ വീടുകളിലും വെള്ളത്തിന്റെ pH കുറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നമ്മൾ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ സെപ്റ്റി ടാങ്കുകളിൽ നിന്നൊക്കെ ഇക്കോളി കോളിഫോം തുടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഇതൊക്കെ ഭയങ്കര അധികം മരണത്തിന് തന്നെ കാരണമാകുന്ന രൂപത്തിലാണ് നമ്മൾക്ക് വെള്ളം കൊണ്ടുണ്ടാവുന്ന ഒരുപാട് രോഗങ്ങൾ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല ക്യാഷ് ഉള്ള ആളുകളൊക്കെ തന്നെയാണ് pH വാല്യൂ ഉള്ള വെള്ളം കുടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ pH വാല്യൂ ഉള്ള വെള്ളത്തിന് നല്ല റേറ്റ് ആണ്. കാരണം ലുലുമാളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 90 രൂപ കൊടുക്കണം 1/2 ലിറ്റർ pH വാട്ടറിന്. നമുക്ക് മിനറൽ വാട്ടറിൽ പോലും pH ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും pH കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം യൂസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ കഴിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ കിണറിലിടാം, ടാങ്കിലിടാം, മീൻ കർഷകർ അല്ലെങ്കിൽ സാധാരണ കർഷകർ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. വനിതാ നീര സമൃദ്ധിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇത്രയും നല്ല റിസൾട്ട് അല്ലെങ്കിൽ ഇത്രയും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ ശുദ്ധജല ലഭ്യതമാക്കുക. കേരളത്തിൽ ഉടനീളം ശുദ്ധജലം ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലൂടെ തന്നെ ചെയ്യണം എന്നൊരു കമ്പനി ഒരു തീരുമാനം എടുത്തിട്ടാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി മുന്നോട്ട് വെച്ചത്. അപ്പൊ ശരിക്കും ആ ഒരു പദ്ധതി കേരളത്തിൽ 25,000-ലധികം വാർഡുകളുണ്ട്. ഒരു വാർഡിൽ ഒരു വനിതയ്ക്കാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി എടുക്കാൻ സാധിക്കുന്നത്, ഇതിന്റെ ഭാഗമാവാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു ഇത് എങ്ങനെയാണ് ഒരു വനിത ഇതിലോട്ട് വരുമ്പോ അവർക്ക് കമ്പനി കൊടുക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു റിസ്കും ഇല്ലാണ്ട് ഒരു വനിതയ്ക്ക് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് കമ്പനി ഹെൽപ്പ് ചെയ്യണം. കാരണം പകുതി എമൗണ്ട് 50% സബ്സിഡി ഓരോ വനിതകൾക്കും കൊടുത്തുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പൊ ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ഒരു 12,500 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലുണ്ടോ? ആ ഒരു 12,500 രൂപ മാത്രം മതി ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ. പകുതി എമൗണ്ട് കമ്പനി തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ 25,000 രൂപയുടെ പ്രൊഡക്റ്റും കമ്പനി ഒരു വനിതാ സംരംഭകർക്ക് കൊടുക്കുന്നു. അത് സെയിൽ ചെയ്താൽ 37,500 രൂപ കിട്ടുന്നു. അപ്പൊ ഓരോ വനിതാ സംരംഭകർക്കും 12,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 25,000 രൂപ ലാഭമാണ്. ശരിക്കും 100% കൂടുതൽ മാർജിനാണ് ഓരോ പ്രൊഡക്റ്റിനും വനിതാ സംരംഭകർക്ക് കിട്ടുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ബൂസ്റ്റിംഗ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, ഇതെല്ലാം കമ്പനിയാണ് ചെയ്യുന്നത്. സെയിൽ ചെയ്യാൻ വേണ്ട ഹെൽപ്പും കമ്പനി ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലും ഒരു റിസ്കും ഇല്ലാണ്ട് ഒരു വനിതയ്ക്ക് വന്നിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വനിതകൾക്കും കടന്നു വരാൻ കഴിയാവുന്ന ഒരു പദ്ധതിയാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതി ഇതിലിരിക്കുന്ന ആളുകൾ ലീഡേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്താലും മതി ഗെറ്റ് ബിഗിൽ BV കിട്ടാനും. സുഖമായിട്ട് 1000 BV കിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്താൽ. ഇന്നിപ്പോ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരുപാട് പേര് ഇതിന്റെ പദ്ധതി എടുത്തിട്ട് ഗെറ്റ് ബിഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഒപ്പം നമ്മൾ നല്ലൊരു നന്മയുള്ള ഒരു പദ്ധതി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ കമ്പനിയുടെ CSR ഫണ്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ തന്നെ 200 വാർഡുകളാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. 25,000 വാർഡുകൾ നമുക്കുണ്ട്. അത്രയും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് അതും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റും വനിതാ നീര സമൃദ്ധി പ്രൊജക്റ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ട്രെയിനർ എൽസിമും ഇവിടെ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റിനും നമ്മുടെ പദ്ധതി. താങ്ക് യു സുഗീത മാം. അപ്പം വളരെ നന്നായിട്ട് നമ്മുടെ പ്രാണ ഇൻസൈറ്റിനെ കുറിച്ചും വനിതാ നീര സമൃദ്ധിയെ കുറിച്ചിട്ടും പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് സമയം വളരെ കുറവാണ്, 9:41 ഇപ്പൊ സമയം. അപ്പൊ നമുക്ക് ഓർഗാനിക്കിന്റെ പ്രസന്റേഷനിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൽസി മാമിനെ ക്ഷണിക്കുകയാണ്. എൽസി മാം, വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഓർഗാനിക് പ്രോഡക്ട്സിനെ കുറിച്ചും കൂടി നമുക്ക് പറയാം.
അപ്പൊ നമുക്ക് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ടി വിയിലും എല്ലായിടത്തും എപ്പോഴും നമുക്ക് കാണാം, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അക്വാ PH ബൂസ്റ്റർ അല്ലേ. അക്വാ PH ബൂസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഗെറ്റ് ബിഗിന്റെ ഒന്നാമത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. ഫിസിക്കൽ പ്രോഡക്റ്റിലെ ഒന്നാമത്തേതാണ് അക്വാ PH ബൂസ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യുക മാത്രമല്ല, വെള്ളം ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ടേസ്റ്റ്, പല വെള്ളത്തിനും ഒരു അഴുക്ക് ചുവ കാണും, അത് മാറുക, കലക്കൽ മാറുന്നു. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, ഈക്കോളി ബാക്ടീരിയ ഇവയെല്ലാം മാറ്റി വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അമൂല്യമായ പ്രോഡക്റ്റാണ്. ഇതൊരു പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റ് ആണെന്ന് മാത്രമല്ല FSSAIയുടെ അംഗീകാരമുള്ളതും അതോടൊപ്പം തന്നെ ഇതിനകത്ത് തീർത്തും അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ സിലിക്കയുമാണ്. ഇത് മൂന്നും നമ്മളുടെ പ്ലാന്റ്സിനാണേലും നമ്മുടെ മനുഷ്യ ശരീരത്തിനാണേലും ഏറ്റവും ആവശ്യമുള്ള മൂലകങ്ങളാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുക വഴി നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മാത്രമല്ല കൃഷിയിടങ്ങളിലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും pH ബാലൻസ് ചെയ്ത് ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഒരു അമൂല്യ പ്രോഡക്റ്റാണ് നമ്മുടെ SPCയുടെ തൻ്റെതായ അക്വാ PH ബൂസ്റ്റർ. ഇത് ഗെറ്റ് ബിഗിന്റെ ഒന്നാമത്തെ പ്രോഡക്റ്റാണ്. ഓക്കെ, അതായത് അടുത്ത പ്രോഡക്റ്റാണ് നമുക്ക് SPC ഹോമിയോ അഗ്രോ കെയർ. ശരിക്കും എല്ലാവരും കേട്ട് കാണും, ഇന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് SPC ഹോമിയോ അഗ്രോ കെയർ. ഇത് ശരിക്കും ഏത് പ്ലാന്റിന്റെ ആണെങ്കിലും രോഗങ്ങൾ ഇല്ലാതാക്കുന്നു, കീടങ്ങൾ ഇല്ലാതാക്കുന്നു, ആരോഗ്യം നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെടിക്ക് വേണ്ട എല്ലാം മിതമായ രീതിയിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് SPC ഹോമിയോ അഗ്രോ കെയർ. നമുക്കറിയാം കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലി, കൂമ്പുചീയൽ, പലതര രോഗങ്ങൾ നമുക്കിന്ന് ഒരു തെങ്ങിനെ ആക്രമിക്കുന്നു. ഇതിന് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത് ഒരുവിധം എല്ലാവരും ഇതിൻ്റെ യൂസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ്. മാത്രമല്ല ഏത് ചെടിയും, വാഴ, തെങ്ങ്, ഇപ്പം മാവ് പൂക്കുന്ന സമയങ്ങൾ, മാവിലെ പലപ്പോഴും ഏറ്റവും പ്രശ്നം പല മാവും മാങ്ങയായി കഴിയുമ്പോൾ പുഴു വരുന്നു അല്ലേ. ഇതുപോലെ പുഴു വരാതിരിക്കാനായിട്ട് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, തേങ്ങ ഉണ്ടാകാത്ത അവസ്ഥ, തെങ്ങ് വലുതായി നിൽക്കും, തേങ്ങ ഉണ്ടാകാത്ത അവസ്ഥ, അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ, ഏറ്റവും വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് വാഴകൾ നശിച്ചു പോകുന്നു. പക്ഷേ ഹോമിയോ അഗ്രോ കെയർ മാത്രം കൊടുത്ത വാഴകൾ മാത്രം അവിടെ നിലനിൽക്കുന്നു. അതുപോലെ ഏറ്റവും നല്ല ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അടുത്തത് മൂന്നാമത്തെ പ്രോഡക്റ്റ്. നമ്മൾക്കറിയാം ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ പലപ്പോഴും പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ ചാണകമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചാരമുണ്ട്, കരിയിലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതായത് അടിസ്ഥാന വളങ്ങൾ പലപ്പോഴും പലർക്കും ഉണ്ടാവും. എന്നാൽ നമ്മൾക്ക് പലപ്പോഴും ഇല്ലാത്ത പലതുണ്ട്. നമുക്ക് ചെടികളിൽ നല്ല രീതിയിൽ വേര് ഉണ്ടാവത്തില്ല. എന്തോരം വളമിട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ എത്ര വെയിൽ ഉള്ളെടുത്ത് കൊടുത്തു എന്ത് കൊടുത്താലും പലപ്പോഴും ചെടികളിൽ വേര് നല്ല രീതിയിൽ വരില്ല. അപ്പം ചെടിയിൽ ഏത് പ്ലാന്റിലും നല്ല രീതിയിൽ വേര് വളരാൻ പറ്റുന്ന ഒരു PGR ആണ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഒന്നാണ് ഹ്യൂമിക്. ഈ ഹ്യൂമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിലേക്ക് നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കി ചെടിയുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പുറ്റുപോലെ വേര് വളരുകയും, വേര് നല്ലതാണെങ്കിൽ തന്നെ ചെടി നല്ല രീതിയിൽ, കാരണം വേരിൽ കൂടിയാണ് വളങ്ങളെല്ലാം വെള്ളവും എല്ലാം വലിച്ചെടുക്കണം. അപ്പം അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഹ്യൂമിക് എന്നുള്ളൊരു പ്രോഡക്റ്റ് നമ്മുടെ ഗെറ്റ് ബിഗിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇത് ചെടികളിൽ നല്ല രീതിയിൽ വേര് വരാനുള്ള ഒരു പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് ഫൾവിക്. ഫൾവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് വരുന്നത് മാത്രമല്ല ചെടി നല്ല രീതിയിൽ വളരാൻ, അതായത് ചെടികളിലെ കോശ വിഭജനം നടന്ന ചെടിയുടെ ഇലകളും നല്ല രീതിയിൽ വരുന്നു, ചെടി തന്നെയും നല്ല രീതിയിൽ വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് ഫൾവിക്. ഇത് നമ്മുടെ പ്രോഡക്റ്റ്. പിന്നെ നെക്സ്റ്റ് ആണ് പല ചെടികളിലും നല്ല രീതിയിൽ ചെടികൾ പൂക്കും ഇല്ലേ. പൂത്താൽ റംബൂട്ടാൻ പോലുള്ള ഇപ്പം മാവാണേലും ഒക്കെ ഇപ്പം നിറച്ച് പൂത്ത് മാവും പൂവും ഒക്കെ കണ്ട് നമ്മൾ മോഹിക്കും. പക്ഷേ പലപ്പോഴും അത് മുഴുവൻ പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ആ ചെടിക്ക് ആ പൂക്കളെ കായാക്കാനുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെടികൾക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കൊടുക്കാനുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഗെറ്റ് ബിഗിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് സീവീഡ് ജെൽ. അതായത് കടലിലെ സർഗാസം സീവീഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പായലിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് SPC സീവീഡ് ജെൽ. ഇത് നമുക്ക് ചെടികളിൽ ഏത് പൂത്ത് നിൽക്കുന്നത് ഇതിന് കൊടുത്താലും പൂ പൊഴിയത്തില്ല,
മാത്രമല്ല കായകൾക്ക് നല്ല ഷേപ്പ് ഉണ്ടാകും, നല്ല വലിപ്പം ഉണ്ടാവും, നല്ല തൂക്കം ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവും. ഇതെല്ലാം കിട്ടാനായിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രോഡക്റ്റാണ് SPC സീവീഡ് ജെൽ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂത്ത പൂക്കളെ പൊഴിയാതെ കാക്കാനായിട്ട്, അതായത് ഏത് ചെടിയിലും പൂക്കാതിരിക്കുന്നതിനെ പൂക്കാനും പൂത്തതിനെ പൊഴിയാതിരിക്കാനും വയ്ക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നമുക്കറിയാം ഒരു ചെടിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതായത് പ്രാഥമിക മൂലകങ്ങൾ. നെക്സ്റ്റ് ദ്വിതീയ മൂലകങ്ങളുണ്ട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. അതിന് അടുത്തതാണ് സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ മണ്ണിൽ പലപ്പോഴും കാണുന്നുണ്ട്. ഇതെല്ലാം മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് മൈക്രോ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് PGR ആയിട്ട് ഗെറ്റ് ബിഗിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് കൊടുക്കുന്നത് ജീവാണുവളങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഒരു ഓർഗാനിക് ഫാമിൽ അതായത് ജൈവ കൃഷിയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ജീവാണുവളങ്ങൾ, ജീവാണുക്കൾ. കാരണം നമുക്കറിയാം സൂക്ഷ്മജീവികളാണ് ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജീവാണുക്കളും ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ജീവാണുവളങ്ങൾ നമുക്കുണ്ട്. അന്തരീക്ഷത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 78% നൈട്രജനാണ്. ഈ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചെടികൾക്ക് വേണ്ട പ്രാഥമിക മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം. അതിലെ നൈട്രജനെ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. ഇത് നമുക്ക് ജൈവവളം ഉള്ള ജൈവ കൃഷി ചെയ്യുന്നവർക്ക് എന്തായാലും നമ്മുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നൈട്രജൻ, ഏതാണ്ട് ഒരു 40 മുതൽ 250 കിലോ വരെ നൈട്രജനെ നമുക്ക് മണ്ണിൽ കൊടുക്കാനായിട്ട് ഏക്കറിലേക്ക് ഈ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അതിനകത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്. അത് നമുക്ക് അസോസ്ഫൈറില്ല. അത് എന്താന്ന് പറഞ്ഞാൽ തായ്വേരുകൾ ഇല്ലാത്ത പ്ലാന്റ്സിന് വേണ്ടിയുള്ളതാണ്. നെക്സ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് ഫ്ലറിഷ് ഉണ്ട്. അത് തായ്വേരുകൾ ഉള്ള പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടുന്ന ബാക്ടീരിയകളാണ്. അടുത്തത് റൈസോ ഗ്രീൻ മാക്സ്, അതായത് റൈസോബിയം എന്ന് പറയുന്ന പയറ് വർഗ്ഗങ്ങളിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് അന്തരീക്ഷത്തിൽ 78% നൈട്രജനെ പയറ് വർഗ്ഗ ചെടികളുടെ വേരിൽ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയയാണ് റൈസോബിയം അഥവാ റൈസോ ഗ്രീൻ മാക്സ്. അടുത്തത് നൈട്രോമാക്സ് കെയിൻ. അത് പ്രത്യേകമായിട്ട് കെയിൻ ഷുഗർ അഥവാ കരിമ്പിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന, കരിമ്പിന് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബാക്ടീരിയയാണ് നൈട്രോമാക്സ് കെയിൻ. 4 നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ആണ്. ഇത് മുഴുവനും ഗെറ്റ് ബിഗിൽ നമുക്ക് 100 ml പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ. നമ്മുടെ മണ്ണിൽ ധാരാളം ഫോസ്ഫറസ് ഉണ്ട്, പക്ഷേ അത് അലേയമായി കിടക്കുകയാണ്. അപ്പോൾ ഈ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബാക്ടീരിയാസ് ഉണ്ട്, ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ. ഇത് നമുക്ക് ഉണ്ട്. ഇതിൻ്റെ പേര് ഇക്കോവിറ്റ എന്നാണ്. ഇതും 100 ml പാക്കറ്റിൽ നമുക്ക് ഗെറ്റ് ബിഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ, അതായത് പൊട്ടാഷ്യത്തിനെ ചെടികളുടെ അടുത്തേക്ക് വലിച്ചു കൊടുക്കുന്ന ബാക്ടീരിയാസ് ആണ്. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ തന്നെ പൊട്ടാസ്യം ഉണ്ട്, പക്ഷേ ചെടികൾക്ക് കിട്ടത്തില്ല. അത് പക്ഷേ അവിടെ ഇവിടെയും കിടക്കുന്ന പൊട്ടാസ്യത്തെ ചെടികളുടെ വേരുകളിലേക്ക് കൊടുക്കുന്ന ബാക്ടീരിയാസ് ആണ് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയസ്. ഇപ്പം ഈ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയാസ് K പവർ ബൂസ്റ്റ് എന്ന് പറയുന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ബാക്ടീരിയാസ് എല്ലാം തന്നെ നമുക്ക് 100 ml പാക്കറ്റാണ്. 1 വർഷം വരെ അതിന് എക്സ്പയറി ഉള്ള നമ്മുടെ ഏറ്റവും ലിക്വിഡ് ഫോമിലുള്ള ബാക്ടീരിയാസ് ആണ്. ഇനി നമുക്കുണ്ട് ഇൻസെക്ടിസൈഡ്സും ഉണ്ട്, അത് ഫംഗിസൈഡ്സും ഉണ്ട്. അത് നമുക്കറിയാം ഏത് ചെടിക്കും ഏറ്റവും പ്രധാനമായിട്ട് വളർന്നു വരുമ്പോൾ അതിന് ഫംഗസിൻ്റെയും അതുപോലെ ഇൻസെക്റ്റിൻ്റെയും ഉപദ്രവങ്ങൾ വരും. ഇതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ജൈവ കൃഷിയിൽ ഏറ്റവും വേണ്ട ചില പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് എന്ന് കേട്ടിട്ടുണ്ട്. സർവ്വരോഗ സംഹാരി എന്ന് പറയും. അതായത് ഏത് ചെടിയും നമുക്ക് നടുന്നതിന് മുമ്പ് വിത്തുപചാര സമയത്തും അതുപോലെ തന്നെ നടുന്ന സമയത്ത് വേരിൽ മുക്കിയും നടുമ്പോൾ ഒരു തരത്തിലുള്ള രോഗങ്ങളില്ലാതെ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റിയ നാച്ചുറലായിട്ട് കിട്ടുന്ന, നമുക്ക് ചെടിക്ക് യാതൊരുവിധ
ദോഷവുമില്ലാത്ത ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. അതാണ് SPC സ്യൂഡോഗ്രോ. അത് നമുക്ക് നമ്മുടെ 100 ml പാക്കറ്റിൽ ലഭ്യമാണ്. അടുത്തത് ബിവേറിയ ബസിയാന എന്ന് പറയാം. അതായത് നമുക്ക് ഏത് ചെടികളിലും ഇലകൾ കടിച്ച് തിന്ന് ഹോൾ ഉണ്ടാക്കുന്ന ചില ജീവികളുണ്ട്. അത് ചില ജീവികൾ വെച്ചാൽ ഒരു പറ്റം ജീവികളുണ്ട്. അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിലെ ഓരോ ഭാഗം, അതിലെ തണ്ടും ഇലയും എല്ലാം കടിച്ചു തിന്ന് അതിന് ചെടിയെ മുഴുവൻ നശിപ്പിച്ച് അരിപ്പ പോലെ ആക്കുന്ന തരത്തിലുള്ള ചില ജീവികൾ പല 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 ഇതുണ്ട്. ആ ഇൻസെക്റ്റുകളെ എല്ലാം നശിപ്പിക്കുന്ന അവർക്ക് രോഗം വരുത്തി ആ ഉന്മൂലനം ചെയ്യുന്ന ഒരു നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, ബിവേറിയ ബസിയാന എന്ന് പറഞ്ഞാൽ. അതിൻ്റെ SPC ഗ്രീൻ ഗാർഡിയൻ എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. 100 ml പാക്കറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വെർട്ടിസീലിയം ലെക്കാനി, അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി. അതായത് നമുക്ക് ചെടികളിലെ നീരൂറ്റി കുടിക്കുന്നത്, ചെടികളിൽ അവിടെ എവിടെയും പറ്റി പിടിച്ചിട്ട് ചെടിയുടെ നീര് മുഴുവൻ വലിച്ചൂറ്റി ചെടിയെ ഡീഹൈഡ്രേറ്റഡ് ആക്കി ഉണക്കി കളയുന്ന പലതരം ഇൻസെക്റ്റുകളുണ്ട്. ഒത്തിരി പലതരമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ട്. അത് വെർട്ടിസീലിയം ലെക്കാനി, നമുക്ക് SPC ഫംഗസ് മാസ്റ്ററാണ്. അടുത്തത് നമുക്ക് ഉള്ളത് ട്രൈക്കോഡർമ. ട്രൈക്കോഡർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്ര ഫംഗസ് ആണ്. നമുക്ക് എല്ലാ ചെടികളിലും ഇപ്പം ചക്കയുടെ സീസൺ, എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട് ചക്ക മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ്, ഒരു ബ്ലാക്ക് കളറിലായിട്ട് പൊഴിഞ്ഞു പോകുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ഫംഗസാണ്. ഒരു ചെടി, ഏത് ചെടിയിലും ഒരു ഫംഗസ് വന്നു കഴിഞ്ഞാൽ അത് മറ്റേ ചെടികളിലേക്ക് പെട്ടെന്ന് പടർന്ന് അതിനെ നശിപ്പിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഫംഗസിനെ നശിപ്പിക്കാനായിട്ട് ഉള്ള ഒരു മിത്ര ഫംഗസാണ് നമുക്ക് ഉള്ള ട്രൈക്കോഡർമ. അത് ട്രൈക്കോ കെയർ എന്നുള്ള പേരിൽ SPC ലഭ്യമാണ്. ഇത് 100 ml പാക്കറ്റ്. ഇത് സാധാരണ നമ്മൾ സമ്പുഷ്ടീകരിച്ച്, അതായത് നമ്മുടെ ജൈവ വളത്തിൻ്റെ കൂടെയോ ഉണങ്ങിയ ചാണകത്തിൻ്റെ കൂടെയോ നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്കുമായിട്ട് സമ്പുഷ്ടീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫംഗസ് ഒന്നും വരാതിരിക്കാനും വന്ന ഫംഗസിനെ നശിപ്പിക്കാനും പറ്റിയ ഒരു ഉത്തമ പ്രോഡക്റ്റ് തന്നെയാണ് ട്രൈക്കോഡർമ അഥവാ SPC ട്രൈക്കോ കെയർ. അടുത്തത് നിമാഷീൽഡ്. നിമാവിരകൾ പല ചെടികളിലും നമുക്കറിയാം. ഇപ്പം ഒരു വിധമുള്ള പല ചെടികൾ, ഇപ്പം ഈ ഏലം കൃഷി ചെയ്യുന്നവർക്കറിയാം, നിമാവിരകൾ വന്ന് ആ വേര് മുഴുവൻ തിന്ന് ആ ചെടിയെ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ വാഴ, പല ചെടികളിലും, പച്ചക്കറികളിലും, പല വെണ്ട, പല പച്ചക്കറികളിലും അതായത് മണ്ണിൽ കൂടിയാണ് ഈ വിരകൾ വന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലുണ്ടായിരുന്നു, ഈ നിമാവിരകൾ ഒരുപാട് പെരുകിയിരിക്കുന്നു കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ നിമാവിരകളെ ശരിക്കും നമ്മളുടെ ഈ പ്രോഡക്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരെണ്ണം ഇത് തിന്നു കഴിഞ്ഞാൽ അത് അവരുടെ കൂട്ടിപ്പോയി മറ്റുള്ളവരെ ആ രോഗം പരത്തി അവയെ നശിപ്പിക്കും. അതാണ് അതിലെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ ഒരു ഇത് മാത്രമല്ല തരുന്നത്, ആ ഗ്രൂപ്പായിട്ട് അവയെ എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിമാഷീൽഡ്, നമുക്ക് SPCക്ക് ലഭ്യമാണ്. പിന്നെ ഗ്രോഗാർഡ്. SPC ഗ്രോഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിലസ് സബ്സ്റ്റിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ തന്നെയാണത്. അത് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് എല്ലാ രോഗങ്ങൾക്കും എല്ലാത്തിനും എതിരെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബാസിലസ് സബ്സ്റ്റിലസ്. നമ്മളുടെ പേര് നമുക്ക് ഗ്രോഗാർഡ് എന്നുള്ള പേരിൽ ലഭ്യമാണ്. പിന്നെ മെറ്റാഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും പ്രശ്നം എന്നാന്ന് കഴിഞ്ഞാൽ ചിതൽ വന്ന് ഇപ്പോൾ ഈ വേനൽക്കാലത്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ചോട്ടിൽ നമ്മൾ ജൈവാംശങ്ങൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഈർപ്പം വരുമ്പോൾ തന്നെ നിറച്ച് ചിതൽ വരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായ രീതിയിൽ അതിനകത്ത് ഉറുമ്പുകൾ വരുന്നു. അതുപോലെ തന്നെ വേരുപുഴുക്കൾ വരുന്നു. അതുപോലെ മണ്ണിൽ കൂടി വരുന്ന ചിതല്, പിന്നെ ഉറുമ്പ്, വേരുപുഴു, അങ്ങനെ പലതരം പുഴുക്കളുണ്ട്. ഈ പുഴുക്കൾക്കൊക്കെ മൊത്തത്തിലെതിരെ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുണ്ടളപ്പുഴുക്കൾ എന്ന് പറയും. അതായത് പിന്നെ ഈ ചെല്ലിയുടെ പുഴുക്കൾ പലപ്പോഴും ജൈവമായിട്ടുള്ള സ്ഥലത്ത് അത് വന്ന് മുട്ടയിട്ട് നശിപ്പിക്കുന്നു. ആ ഇതിനെല്ലാം നശിപ്പിക്കാൻ പറ്റിയ നമുക്ക് ഒന്നാണ് മെറ്റാഷീൽഡ് അഥവാ മെറ്റാറൈസിയം എന്ന് പറയുന്ന നമുക്ക് ഒരു ബാക്ടീരിയ. അപ്പോൾ ഇത്രയും ബാക്ടീരിയാസും അതുപോലെ തന്നെ ഫംഗിസൈഡ്സും ഒക്കെയാണ് നമുക്ക് ഗെറ്റ് ബിഗിൽ കൂടെ 100 ml വെച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോമിയോ അഗ്രകെയറും 100 ml ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അക്വാ PH ബൂസ്റ്റർ ആണെങ്കിൽ നമുക്ക് 1 കിലോ, 2 കിലോ, 5 കിലോ, 10 കിലോ ഇങ്ങനത്തെ പാക്കറ്റ്സുകളിൽ ലഭ്യമാണ്.
അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറഞ്ഞത്. നമുക്ക് ഇത്രയും പ്രോഡക്റ്റുകളുടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു എൽസി മാം. അപ്പോ വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അപ്പൊ